ഹോട്ട്സ്റ്റാറിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് എന്തോ ഒരു ടീമിനെ നിശ്ചയിച്ചിട്ട് അതിൽ അന്വേഷണം നടത്താന്ന് പറഞ്ഞു. ഉണ്ടയാണ്, ഉണ്ട 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 എന്ന് പറയും, മനസ്സിലായി? അഖിൽ മാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അവിടെ ഉള്ള ആളുകൾക്കൊന്നും കൊണ്ടിട്ട് പോലുമില്ല. അഖിൽ മാരാറെ, നീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ അതിന് പ്രൂഫ് വേണം. പ്രൂഫ് വെക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇതില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പേരിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യാനുള്ള വകുപ്പുണ്ട്. അഖിൽ മാരാർ എന്തുകൊണ്ടാണ് ആ സാധനങ്ങൾ കൃത്യമായിട്ട് വരാതെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കണേന്ന് വെച്ചാൽ അഖിലിന് അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നുള്ളത്, അത് ആളുകൾ കേസ് ഫയലായിട്ട് പോകുന്നുള്ളത് അഖിലിന് അറിയാം. അതുകൊണ്ട് തന്നെ അഖിലിനത് പറയാൻ പറ്റില്ല, പ്രൂഫ് ഇല്ല. ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരുപാട് ആൾക്കാർ പല വിഷയങ്ങളും പറയുന്നുണ്ട്, പറയാതൊന്നും ഇരിക്കണമെന്നില്ല. പക്ഷെ അടച്ചാക്ഷേപിച്ച് ഒരു സ്പേസ് കിട്ടി ആളുകൾ എല്ലാവരും കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങൾക്കൊരു കപ്പെടുത്ത് കയ്യിൽ തരുമ്പോൾ നിങ്ങളെ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥകൾക്കനുസരിച്ച് നിങ്ങളെ ലീഡറാക്കി ഇവിടെ നിയമിച്ചു വെച്ചിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഷോയുടെ ടൈറ്റിൽ വിന്നർ, അത്രയേ ഉള്ളൂ. പിന്നെ അഖിൽ മാരാർ കിടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും അഖിൽ മാരാറിന് എൻഡമോളായിട്ട് ബിഗ് ബോസ് ആയിട്ട് ഈ ടീമൊക്കെ ആയിട്ട് അഖിലിന്റെ മറ്റേ സിബിൻ പറഞ്ഞ മാതിരി നെറ്റ്വർക്ക് ഭയാനകമായിട്ട് അഖിലിന് അങ്ങനെ ഒരു ക്രിയേഷൻ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതും ഉണ്ടയാണ്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ആളുകൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് 9 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 13 ആളുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, അത്രയും ആളുകൾ വന്നിരുന്ന് മോണിറ്റൈസ് ചെയ്ത് കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല ആളുകളുടെ പല ആളുകളെയും വിട്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ കിട്ടാത്ത പിള്ളേരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അവർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ പല ആളുകളും, ഇതിന് അഖിൽ എന്നല്ല ഞാൻ പറയില്ല കേട്ടോ, പല ആളുകളും വെളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നമ്മളോടൊക്കെ തന്നെ ബിഗ് ബോസിൽ പോകാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന പല പെമ്പിള്ളേരും പലരും വിളിച്ചിട്ട് പറയുന്നു അത്രേ, നിങ്ങൾ ഒന്ന് രംഗത്തേക്ക് വരണം. ആരെങ്കിലും നിങ്ങളുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ ചാറ്റ് മാത്രം മതി, നിങ്ങൾ വെറുതെ ഹായ് ഹലോ എന്ന് അയച്ച ചാറ്റ് മാത്രം മതി അയാളെ കൊടുക്കാൻ, അതാണ് എന്ന ലെവലിലൊക്കെ സംസാരിക്കുന്നത്രയാണ്. ഭയങ്കര നെറ്റ്വർക്ക്, നല്ല അജണ്ടകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന ദിയാസിന് എന്തുകൊണ്ടാണ് അഖിൽ മാരാർ പറഞ്ഞ 2 സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാത്തതെന്ന്, 2 സ്ത്രീകൾ കേസ് കൊടുത്താൽ ഞാൻ നിൽക്കും. ഈ വിഷയത്തിനകത്ത് എനിക്ക് എന്റെ ആത്മാഭിമാനം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആത്മാഭിമാനത്തിന്റെ ചോദ്യം ചെയ്യപ്പെടൽ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കാം. അതായത് നമ്മളെപ്പോഴും പറയല്ലോ നമ്മളെ കാര്യം എന്നുള്ളത്, എന്റെ കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്ക്. മാത്രമല്ല ഇത്തരത്തിൽ അലിഗേഷൻ ആയിട്ട് 2 സ്ത്രീകൾ വരുമ്പോൾ ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവരത് തെളിയിക്കപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. വെറുതെ അവരും വന്നിട്ട് അലിഗേഷൻ പറഞ്ഞിട്ട് പോയാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പം 2 വീഡിയോകളെ പറ്റിയിട്ടും അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് പറയാൻ ഞാനല്ല. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അതിനകത്തും എനിക്ക് വസ്തുതകൾ വേണം. അവൻ ഭയങ്കരമായിട്ട് വന്നിട്ട് ലൈവിൽ വന്നിരുന്ന് പറഞ്ഞു, വീഡിയോയിൽ വന്നിരുന്ന അഖിൽ പറഞ്ഞു ഭയങ്കര പ്രൗഡ് ഉണ്ട് അഖിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രംഗത്തേക്ക് വരാൻ ആളുകൾ, അഖിൽ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ലൈവിൽ വന്ന് സംസാരിക്കുന്നത്? ഞാൻ വന്ന് ലൈവിൽ വന്ന് സംസാരിക്കുന്നത് അഖിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് ഹൗസിലെ മുഴുവൻ അടച്ചാക്ഷേപിച്ച സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു, ഞാൻ അതിനെതിരെയാണ് സംസാരിക്കുന്നത്. അഖിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളെ പറഞ്ഞാലോ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന കഥ പറഞ്ഞാലോ കയറി കിടക്കുന്ന കഥ പറഞ്ഞാലോ ഒന്നും ഞാൻ വന്ന് ഏറ്റുപിടിക്കൂല അഖിലെ, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ അഖിൽ ഇവിടെ പറഞ്ഞു, ഇത് അഖിലിന്റെ ആൺബോധം, ഉള്ളിലുള്ള മറ്റേ സ്വത്വബോധം അനുവദിക്കാതെ അഖിലിന്റെ മറ്റേ എന്താ പറയാ ആ മെയിൽ ഷോവനിസ്റ്റ്, അഖിൽ ഭയങ്കര പ്രൗഡോടുകൂടി പറയുന്ന ഷോവനിസം ഒന്നും അംഗീകരിക്കാത്തതിന്റെ പ്രശ്നം അഖിലെ. സ്ത്രീകളെ റെസ്പെക്ട് ചെയ്താലും മറ്റു ചെയ്താൽ മതി, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഭാര്യമാരുടെ അടുത്ത് പോലും സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ കലിപ്പന്റെ കാന്താരൻ ആവുന്നതാണ് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടം എന്ന് പറയുന്ന പ്രൗഡ്, ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വളരെ മര്യാദയ്ക്ക് നമ്മൾ കൂടെ ഉള്ള ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കൂടെ ഉള്ള മനുഷ്യരല്ലേ, സുഹൃത്തുക്കളൊക്കെ അല്ലേ, അറ്റ്ലീസ്റ്റ് അതെങ്കിലുമൊക്കെ കൺസിഡർ ചെയ്യാമല്ലോ. അപ്പൊ ഒപ്പമുള്ള സ്ത്രീകളെ ഒരു തരത്തിലും ബഹുമാനിക്കാതെ കൂടെ അത്രയും ഇന്റിമസിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും മാനം നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു നരുന്ത് പോലും ചലിക്കാത്ത നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിനൊന്നും ഒരു തരത്തിലും ഇനി റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുന്നു. കാരണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നല്ലോ, നിങ്ങൾ സംസാരിച്ചു പോയല്ലോ, നിങ്ങൾ എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട്. വസ്തുതകളും മറക്കരുത് അഖിലെ, നീ വന്ന വഴിയും മറന്നു പോകരുത് അഖിലെ.
നീ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ നിന്നതിനെക്കാട്ടിലും നല്ലത് ലുലുമോളിന്റെ മുമ്പിൽ പോയി മുണ്ടി പൊക്കുന്ന കഥയൊക്കെ പറഞ്ഞൊരു അഖിൽ മാരാറാണ്. അവിടെ നിന്ന് അഖിൽ മാരാറ് ഇവിടെ എത്തി അത് കപ്പം വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഖിൽ മാരാറിന്റെ മിടുക്കാണ്. ആ മിടുക്ക് അഖിൽ മാരാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെ എത്തിച്ചത് എന്നുള്ളത് അഖിൽ മാരാർ ഓർത്താൽ നല്ലത്. ആ കഥകളൊക്കെ നമുക്ക് അറിയാന്നുള്ളത് കൊണ്ടിട്ടാണ് പറയണത് കേട്ടോ. എല്ലാവരുടെയും കഴിവ് കൊണ്ടാണ് ഓരോരുത്തരും ഓരോ സ്പേസിൽ എത്തിച്ചേരുന്നത്. അതിന് കിടന്നു കൊടുത്തെന്ന് പറയരുത്. പിന്നെ പെണ്ണുങ്ങൾ കിടന്നു കൊടുത്തുന്ന എന്താ ആണുങ്ങള്? അഖിൽ മാരാർ എങ്ങനെ കയറിയത്? അഖിൽ മാരാറിനെ പറ്റിയിട്ട് പറയണം ഒരാൾ വന്നിട്ട് കിടന്നു കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ അഖിൽ മാരാർ എന്തോ ചെയ്യും? അഖിൽ മാരാർ അതിന് എന്താ അയ്യോ ഞാൻ അങ്ങനെയല്ലേ ഇത്. എല്ലാവർക്കും ആത്മാഭിമാനം ഉണ്ട്. നിങ്ങൾ ഇനി എത്രയൊക്കെ അങ്ങ് പോയി, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയണതാണ്, ഇയാൾ വന്നിരുന്ന് തള്ളി തമ്പുരാൻ കളിക്കും. ദയവ് ചെയ്ത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ച ദയവ് ചെയ്ത് നിങ്ങൾ വസ്തുതകളെ മനസ്സിലാക്കാതെ പോകരുത്. ഞാൻ അഖിൽ മാരാർ പറഞ്ഞ വേറെ ഒരു സ്റ്റേറ്റ്മെന്റുകളെയും ഞാൻ ഏറ്റുപിടിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ അടച്ചാക്ഷേപിച്ച കാര്യത്തെ മാത്രമാണ്. അയാൾ ഇന്നും ലൈവിൽ വന്നിട്ട് സംസാരിച്ചു. മറ്റേ നമ്മുടെ ഹൈദർക്കാട് ഇന്റർവ്യൂലാവും പറഞ്ഞു അവന്റെ സീസണിലുള്ള പെണ്ണുങ്ങളല്ല, അപ്പം മറ്റേ പെണ്ണുങ്ങളാണ്, മറ്റു സീസണിൽ. അപ്പം എനിക്ക് ബാധ്യതയുണ്ടോ പറയാൻ? ഞാനൊരു സീസണിൽ ഉണ്ടായിരുന്ന ആൾ, അപ്പൊ എനിക്ക് ബാധ്യതയുണ്ടോ പറയാൻ? അപ്പൊ ഞാൻ സംസാരിക്കും, മനസ്സിലായില്ലേ? അപ്പം അതിന് നിന്റെ ആളുകളെ കൊണ്ടുവന്ന് എന്നെ അറ്റാക്ക് ചെയ്യിപ്പിച്ച് എനിക്ക് ഇതൊന്നും ഏക്കൂല. സത്യസന്ധമായി ഞാൻ പറയട്ടെ, എനിക്കിതൊന്നും ഏക്കൂല. ഞാൻ വളരെ മാന്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് സംസാരിക്കേണ്ടി വരുന്നതാണ്. ഞാനും വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞ ഒരു വിഷയമാണ്. കാരണം ഒരു ഉളുപ്പില്ലാതെ, ഒരു നാണമില്ലാതെ, ഒരു മാനവും ഇല്ലാതെ സ്വന്തം, അതായത് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് കിട്ടി, ഞാൻ എന്റെ ലൈഫിൽ അച്ചീവ് ചെയ്തതൊക്കെ ഈ ഒരു ഷോ കാരണമാണെന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു നാറിയ ചിന്തയുള്ള അഖിൽ മാരാറിനോട് എനിക്ക് ഭയങ്കരമായ പുച്ഛം മാത്രമാണ്. കാരണം നിങ്ങളെ ഒരു തരത്തിലും വാല്യൂ ചെയ്യാനോ നിങ്ങളെ വിശ്വസിക്കാന്ന് വെച്ചാൽ ട്രസ്റ്റ്, നിങ്ങളെ വിശ്വസിക്കാനോ ഒട്ടും കൊള്ളാത്ത ഒരുത്തനായി നീ മാറിയിരിക്കുകയാണ്. അതായത് നീ അത് പ്രൂവ് ചെയ്തിരിക്കണം, നിന്നെ വിശ്വസിക്കാനേ കൊള്ളില്ലെന്ന്. ഒരാൾ വന്ന് വസ്തുതകളെന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് വന്ന് വല്ലതും പറഞ്ഞാ അത് അവർ പറയൂല, ഇനി നിന്റെ അടുത്ത് പറയൂല. നിന്നെ ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ പോലും അവർക്ക് ഭയമായിരിക്കും നിന്റെ അടുത്ത് ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട്. കാരണം ചിലപ്പോൾ നിന്റെ ഫെയിം കൊണ്ടിട്ട് നാളെ ഈ പറഞ്ഞ പോലെ തസ്നി ചേച്ചി ഒരു വീഡിയോയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നീ വലിയൊരു ഡയറക്ടർ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു നിന്നെ അപ്പോഴും ചാനൽ വിളിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ഡേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷനുള്ള മനുഷ്യരെ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് ഉള്ള മനുഷ്യരെ വേണം, സ്വീകാര്യതയുള്ള മനുഷ്യരെ വേണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്നെപ്പോലെ ഒരു മനുഷ്യന് ഇനി മുന്നോട്ട് ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരുത്തനാണെന്ന് വിശ്വസിച്ച ഒരു ആളാണ്. എന്തൊക്കെയോ ആർഗ്യുമെന്റുകൾ നടത്തുന്നു. വന്നിട്ട് ഒരു സീസൺ 5 കഴിഞ്ഞിട്ടും സീസൺ 6 ആയിട്ടും ആ രാജാവ് സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഭയങ്കര മാസീവ് സംഭവം